നിങ്ങളെ ഞങ്ങൾ മതമൗലികവാദികളായിട്ടായിരിക്കും കാണാൻ പോവുക എന്ന് എംപിമാരോട്, കോൺഗ്രസിന്റെയും CPM-ന്റെയും എംപിമാരോട് പറയുകയാണ് ഖണ്ഡിതമായി, കൃത്യമായി. അല്ല അഭിലാഷ, കഴിഞ്ഞെങ്കിൽ ഞാനതിനൊരു മറുപടിയിലേക്ക് വരാം. കാരണം ഇവിടെ ഈ വഖഫ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നിലുള്ള ദുഷ്ടലാക്കുകൾ എന്ത്, ഭരണഘടനയുടെ ഏതൊക്കെ മൗലികാവകാശങ്ങളെയാണ് അത് ലംഘിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ JPC-യിൽ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി 44ഓളം ഭേദഗതികൾ പ്രതിപക്ഷം സമർപ്പിച്ചിരുന്നു. സമ്പൂർണ്ണമായിട്ട് അതിനെ ഇല്ലായ്മ ചെയ്ത് ഭരണപക്ഷത്തിന്റെ 16ഓളം ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ബില്ല് നാളെ ലോക്സഭയിലേക്ക് വരുന്നത്. ഇവിടെ ആർട്ടിക്കിൾ 14, 15, 25, 26, 27 ഇതിന്റെയൊക്കെ വിരുദ്ധമായ വളരെ കൃത്യമായ കാര്യങ്ങൾ ആ ബില്ലിനകത്തുണ്ട്. അവിടുത്തെ സെക്ഷൻ 9-ൽ ഞാൻ ചോദിക്കുകയാണ്, BJP ഗവൺമെന്റ് കൊണ്ടുവരികയാണ് വഖഫ് ബോർഡിനകത്തൊക്കെ നിർബന്ധിതമായ മുസ്ലിമേതര പ്രാതിനിധ്യം വേണം, വഖഫ് ബോർഡിന്റെ CEO മുസ്ലിം ആകണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല എന്ന മട്ടിൽ അവിടെ എഴുതി വെക്കുമ്പോൾ എന്താണ് BJP അതിന്റെ പിന്നിൽ കാണുന്ന യുക്തി? എന്താണ്, എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്, എന്താണ് വിപ്ലവകരമായിട്ടുള്ള അതിന്റെ ഭാഷ്യം എന്നത് വിശദീകരിച്ചാൽ കൊള്ളാം. രണ്ടാമതായിട്ട് പറയുന്നു, സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന്. സ്ത്രീകളുടെ അവകാശമൊക്കെ മുമ്പേ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് തന്നെ തമിഴ്നാട്ടിലും ബംഗാളിലും പിന്നെ പഞ്ചാബിലും അതുപോലെ തന്നെ കശ്മീരിലും ഒക്കെ സ്ത്രീകളായ വഖഫ് ബോർഡ് ചെയർപേഴ്സൺമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു തരത്തിലുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. ഒരു കാര്യം കൂടി അഭിലാഷിനോട് ഞാൻ ഒറ്റ വരയിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ് വഖഫ് അമെൻമെന്റിലൂടെ വരുന്നത്. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഈർക്കിൽ മുസ്ലിം സംഘടനയുടെ പിന്തുണ പോലും സമാഹരിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ? എല്ലാ മുസ്ലിം സംഘടനകളെയും ശത്രുപക്ഷത്താക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു നിയമമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എത്തരത്തിലാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക? 923-ൽ ലോർഡ് റീഡിംഗ് എന്ന കൊളോണിയൽ ഭരണത്തിന്റെ പ്രതിനിധി മുസൽമാൻ വഖഫ് ആക്ട് ഉണ്ടാക്കുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം സംഘടനകളും നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അന്നൊരു മുസ്ലിം സംഘടനക്കും ആ നിയമത്തിന് എതിർപ്പുണ്ടായിരുന്നില്ല. 954-ലും 95-ലും 2013-ലും ഒക്കെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് ചർച്ച നടത്തിയിട്ടാണ് ഈ ബില്ലുണ്ടായത്. ഈ പറഞ്ഞ ഒരാളോടും ചർച്ച നടത്താതെ മുഴുവൻ ആളുകളെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു നിയമവുമായിട്ട് BJP മുന്നോട്ട് വരുമ്പോൾ എങ്ങനെ അത് സതുദ്ദേശപരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാളെ നിർണായകമായ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് രാവിലെ നടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ കക്ഷികളുടെ യോഗങ്ങൾ നടന്നു വരുന്നു. അത് തീർച്ചയായിട്ടും KCBC-യുടെ കൂടി അവരുടെ കൂടി ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ ഒരു തീരുമാനം യുക്തമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഒരു തർക്കമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ദേശീയ തലത്തിൽ അഭിലാഷ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ മുഴുവൻ നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആംഗിൾ അല്ല നിലനിൽക്കുന്നത്. അവിടെ JDU എന്ത് നിലപാടെടുക്കും, അവരുടെ നിലപാട് നാളെ രാവിലെ പ്രഖ്യാപിക്കും, ചർച്ചയിൽ പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നായിഡു എന്ത് നിലപാട് പ്രഖ്യാപിക്കും, രാജ്യസഭയിലെ 7 അംഗങ്ങളുള്ള YSR കോൺഗ്രസിന്റെ 7 അംഗങ്ങളുള്ള ബിജു ജനതാദളിന്റെ നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള സജീവമായ അങ്ങനെ ആ കാര്യത്തിലുള്ള ചർച്ചകളുണ്ട് ദേശീയ തലത്തിൽ. അതാണ് ചർച്ച. കേരളത്തിൽ സഭ വളരെ കർശനമായ നിലപാടെടുത്തതുകൊണ്ടാണ് നമ്മുടെ ഫോക്കസ് ഇതാവുന്നത്. ദേശീയ തലത്തിൽ ഇതിനെക്കുറിച്ചുള്ള വേറൊരു ചർച്ച സാധ്യമാണ്. ഞാൻ അങ്ങനെയൊക്കെ